ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ക്രിസ്തുവിലൂടെ നീതീകരണം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. വ്യക്തമായി പറഞ്ഞാൽ ദൈവത്താൽ നീതിമാനാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നീതിമാന്മാരായാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്ത് പോകാൻ കഴിയുകയുള്ളൂ. വായിക്കുക, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം വായിക്കുക. ഇവർ നിത്യദണ്ഡനത്തിലേക്കും, ഇവർ എന്ന് പറയുന്നത് നീതിമാന്മാരാകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ നിത്യദണ്ഡനത്തിലേക്കും, നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നീതിമാനായാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പോകുവാൻ കഴിയുള്ളൂ എന്ന് ഇതിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. എന്നാൽ സഭകളെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ സഭയിൽ പഠിപ്പിക്കുന്നത് നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് സഭകൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം സഭയിൽ ഉള്ളവരാരും സ്വർഗരാജ്യത്തിൽ പോകില്ല എന്നാണ് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാവം നമ്മൾ എങ്ങനെയാണ്? സാധുക്കളായ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നാലും സാരമില്ല, നാം സ്വർഗരാജ്യത്തിൽ പോകുമല്ലോ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തൊക്കെയോ യോജിക്കാതെ ഇവിടെ നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ നിലനിൽക്കുന്നുണ്ട്. നീതിമാന്മാരായാൽ മാത്രമേ സ്വർഗരാജ്യത്ത് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് യേശു പറഞ്ഞതാണ്. എന്നാൽ പള്ളികളിലുള്ളവർ പറയുന്നത് നീതിമാന്മാർ ഒരുത്തൻ പോലുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗരാജ്യത്തിൽ ആരും പോകില്ല. എന്നാൽ സാധുക്കളായിരിക്കുന്ന നമ്മുടെ വിശ്വാസം എന്താണ്? സ്വർഗരാജ്യത്തിൽ പോകുമെന്നാണ്. യോജിക്കാത്ത എന്തൊക്കെയോ ഇതിനകത്ത് നിലനിൽക്കുന്നു എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നീതിമാന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം പുത്രനിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, പ്രവാചകരിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ദീർഘായുസ്സോടുകൂടി ഇരിക്കുന്നത് നീതിമാന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതിമാൻ അനുഗ്രഹം പ്രാപിക്കും. നീതിമാൻ സ്വസ്ഥതയും സമാധാനവും ഭൂമിയിലെ സകല ദേശങ്ങളിലും പാർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നീതിമാന്മാരെക്കുറിച്ച് ദൈവം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഇല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. റോമർ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കും. നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ദാവീദ് എഴുതിയ സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കിനെ ആധാരമാക്കിയാണ് നമ്മുടെ സഭകളിൽ നീതിമാൻ ആരുമില്ല എന്ന് പഠിപ്പിക്കുന്നത്. പരിജ്ഞാനത്തോടുകൂടി ചിന്തിച്ചാൽ നീതിമാന്മാരാകുവാൻ ആഗ്രഹിച്ചിട്ടും അവർക്ക് നീതിമാന്മാരാകാൻ കഴിയാത്തത് കൊണ്ടാണ് നീതിമാന്മാർ ഒരുത്തൻ പോലും ഇല്ല എന്നവർ പറയേണ്ടി വരുന്നത് എന്ന് സത്യസന്ധമായി ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് നീതിമാന്മാരാകാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു, പക്ഷേ ദൈവത്താൽ നീതീകരണം പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഈ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയ വാക്യത്തെ ഉദ്ധരിച്ച് എന്ത് ചെയ്യുകയാണ്? മൊത്തത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയിൽ ഇങ്ങനെ എഴുതി അറിയിച്ച് അവരെ പ്രബോധിപ്പിക്കുവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് എഴുതി അറിയിക്കേണ്ടി വന്ന കാരണം എന്താണെന്ന് നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ യഹൂദന് എന്ത് വിശേഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസഗോളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അബ്രഹാമിൻ്റെ സന്തതികൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഉയർത്തുകയാണ്, പൊക്കിപ്പറയുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് യഹൂദന് എന്ത് വിശേഷത. നമ്മൾ പറയുന്നത് യഹൂദന്മാർ ഒരുമിച്ച് കൂടിയാൽ യേശു വരുമെന്ന് പറയുന്നു, അങ്ങനെ പഠിപ്പിക്കുന്നു. യഹൂദന്മാരാണ് ഭൂമിയിലെ പ്രബലരെന്ന് പറയുന്നു. അവർ നീതിമാന്മാരാകാത്തത് കൊണ്ടാണ് നീതിമാന്മാരാകാത്ത യഹൂദന്മാരെ ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളൊരു സത്യം നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുക. അപ്പോസ്തലനായ പൗലോസാണ് പറയുന്നത്, ഞാനല്ല,
യഹൂദന്മാർക്ക് എന്ത് വിശേഷത? വായിക്കാം. അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? ക്രിസ്തുവിന് മുമ്പാണ് പരിച്ഛേദന കർമ്മമുള്ളത്. അതായത് ആദ്യമായിട്ട് പരിച്ഛേദന കർമ്മം ചെയ്യാൻ പറഞ്ഞത് അബ്രഹാമിനോടാണ്. നമുക്കറിയാം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് നീതിമാനായപ്പോൾ ആ നീതിയുടെ ഒരു അടയാളമായിട്ട് ദൈവം പറയുന്നതാണ്, നിങ്ങൾ, അതായത് അബ്രഹാമേ, നീയും നിൻ്റെ തലമുറയും തലമുറയായി ചെയ്യേണ്ടതായ ഒരു ഉടമ്പടിയുണ്ട്. എന്താണ്? നിൻ്റെ മക്കളിൽ പരിച്ഛേദന ഏൽക്കണം. ഇത് ക്രിസ്തുവിന് മുമ്പാണ്. ക്രിസ്തു വന്നതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? യഹൂദന്മാർക്ക് എന്ത് വിശേഷത, പരിച്ഛേദന കൊണ്ട് എന്ത് പ്രയോജനം, ആ കർമ്മം കൊണ്ടൊരു പ്രയോജനമില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വായിക്കാം. സകല വിധത്തിലും വളരെയുണ്ട്. സകല വിധത്തിലും വളരെ പറയാനുണ്ടെന്നാണ് അതായത് ഈ പൗലോസിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. ഒന്നാമതായി പറയാമെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ. അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ. അതായത് ദൈവം ഒരു വിശേഷമായ ഒരു ജാതിയായി കണ്ടത് ഇസ്രായേൽ ജനത്തെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമേറിയ കാര്യങ്ങൾ ആരോട് അറിയിക്കേണ്ടി വന്നു? ഇസ്രായേൽ മക്കളോട് അറിയിക്കേണ്ടി വന്നു. ഇപ്പോൾ അതെന്ത് ചെയ്തു? ദൈവത്തിന് തന്നെ വിഷമമായി തീർന്നു എന്നാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. വായിക്കാം. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഇപ്പോൾ കുറച്ച് പേർ ഇരുന്ന് പറയുകയാണ് ദൈവം ഇല്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് വരികയോ? ഒരിക്കലും അങ്ങനെയല്ല. അതുപോലെ ദൈവത്തിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുമോ? ഇല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വായിക്കാം. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാനാണ്. ഇത് മുൻകൂട്ടി ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചതാണ്. സങ്കീർത്തനം 51:4. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യേശുവിനെ കുറിച്ച് മുൻകൂട്ടി ദാവീദ് പ്രവചിച്ചിരുന്നു. നീ സംസാരിക്കുമ്പോൾ നീ നീതിമാനായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു സംസാരിക്കുമ്പോൾ യേശു നീതിമാനായിരിക്കണം എന്ന് ഇവിടെ പറയുകയാണ്. അതായത് യേശു സംസാരിച്ചത് പിതാവിൽ നിന്നും കേട്ടത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. യേശു എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതേ സംസാരിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? നീ വിധിക്കുമ്പോൾ നീ നിർമ്മലനായി ഇരുന്നു കൊണ്ട് വിശ്വസ്തയോട് വിധിക്കുവാൻ നിനക്ക് അർഹത വേണമെങ്കിൽ നീ നിൻ്റേതായിട്ടൊന്നും എന്ത് ചെയ്യരുത്, പറയരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. യേശു കർത്താവ് സംസാരിച്ചപ്പോൾ സത്യം മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ഇനി നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യവചനം മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. ചിന്തിച്ച് നോക്കൂ. നീതിമാന്മാരാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പിതാവായ ദൈവത്തിൽ നിന്നും കേട്ടത് മാത്രമേ യേശു സംസാരിച്ചിട്ടുള്ളൂ. നമ്മളോ നമ്മുടേതായ ബുദ്ധിക്കും നമ്മുടേതായ അറിവിനുമനുസരിച്ച് ദൈവത്തിൻ്റെ വചനങ്ങളെ അസത്യമായി സംസാരിച്ച് പോയെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് നീതിമാൻ ആകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കാരണം ദൈവം സത്യവാനാണ്. വായിക്കാം. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതായത് പിതാവിൽ നിന്നും കേട്ട് സംസാരിക്കാത്ത ആരും നീതിമാനാകുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണ്? അവർ സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരാണ്. ഭോഷ്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ 5 പേര് നിൽക്കുകയാണ്. അതിൽ 4 പേര് ഭോഷ്ക് പറഞ്ഞപ്പോൾ ഒരുവൻ എഴുന്നേറ്റ് ആ ഭോഷ്കിനെ മാറ്റിയിട്ട് അതിൻ്റെ സത്യം പറഞ്ഞാൽ ആ 4 പേരുടെ വായും
അടഞ്ഞു പോകും, മിണ്ടാതായി പോകും. അതുപോലെ യേശു വരുന്ന സമയത്ത് ഈ ലോകത്തിൽ പരീശന്മാരും പണ്ഡിതന്മാരും ശാസ്ത്രിമാരും അവരുടെ ബുദ്ധിക്കനുസരിച്ച് ദൈവസഭയെക്കുറിച്ച്, ദൈവസഭയുടെ നടത്തിപ്പിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് എന്ത് ചെയ്തിരുന്നു? അസത്യമായത് പറഞ്ഞിരുന്നു. കർത്താവായ യേശുക്രിസ്തു പിതാവിൽ നിന്ന് കേട്ട് സംസാരിച്ചപ്പോൾ അവരുടെ വായ് പലപ്പോഴും അടഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണ്? സകല മനുഷ്യരും ഫോഷ്ക്ക് പറയുന്നവരാണ്. ഫോഷ്ക്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ആരാണോ സത്യം പറയുന്നത് അവരുടെ മുമ്പിൽ ഫോഷ്ക്ക് പറയുന്നവരുടെ വായ് മിണ്ടാതായി പോകുമെന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വായിക്കാം. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രശസ്തമാക്കുന്നുവെങ്കിൽ നാം എന്ത് പറയും? ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ഇത് വളരെ പരിജ്ഞാനത്തോടുകൂടെ കേട്ടാൽ, ഗ്രഹിച്ചാൽ, മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോസ്തലനായ പൗലോസ് നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശകലനമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഒരു മനുഷ്യൻ അനീതി പ്രവർത്തിച്ചാൽ, പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടത് എന്താണ്? യേശു സംസാരിക്കുന്നത് നീതിയായിരിക്കും. കാരണം എന്താണ്? പിതാവിൽ നിന്നും കേട്ട് സംസാരിക്കുന്നു. യേശു ഫോഷ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യൻ നീതിമാനാണോ നീതി കെട്ടവനാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന് അവൻ്റെ വായ് പ്രസ്താവിക്കും, മറ്റൊന്ന് അവൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഹൃദയം നിറയുന്നതാണ് വായ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു നീതിമാനായാലും നീതി കെട്ടവനായാലും ആദ്യം വരുന്നത് അവൻ്റെ അന്തരംഗത്തിലാണ്. അത് ഒന്നുകിൽ അവൻ്റെ നീതിയാണെങ്കിൽ നീതി പ്രസ്താവിക്കും, പ്രവൃത്തിയാണെങ്കിൽ നീതി പ്രവർത്തിക്കും. നീതി കെട്ടവനാണെങ്കിൽ ആദ്യം അനീതി സംസാരിക്കും, പിന്നെ നീതി കെട്ടത് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ യേശു സംസാരിച്ചതും പ്രവർത്തിച്ചതും നീതി മാത്രമായിരുന്നു. അതുകൊണ്ട് സകല മനുഷ്യരെയും വിധിക്കുവാനുള്ള അധികാരവും യേശുവിന് കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. മനസ്സിലാക്കുക. അടുത്ത് വായിക്കാം. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രശസ്തമാക്കുന്നു എങ്കിൽ നാം എന്ത് പറയും? ദൈവത്തിൻ്റെ നീതിയെ പ്രശസ്തമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഉദാഹരണത്തിന് നമുക്കറിയാം, ആദാമിൻ്റെ മക്കളായ കയ്യനും ഹാബേലും. ഹാബേൽ നീതിമാനായിരുന്നു, നീതി പ്രവർത്തിച്ചവനായിരുന്നു. കയ്യൻ നീതി കെട്ടവനായിരുന്നു, അനീതി പ്രവർത്തിച്ചവനായിരുന്നു. ഒടുവിൽ എന്ത് ചെയ്തു? കയ്യൻ ഹാബേലിനെ കൊന്നു. അതായത് കയ്യൻ അനീതി പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമായോ? ഒരിക്കലും പ്രസിദ്ധമായിട്ടില്ല. ദൈവത്തിന് സന്തോഷം തോന്നിയോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണോ ദൈവത്തിന് കയ്യനോട് കൃപ തോന്നിയത്? ഒരിക്കലുമല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ പലരുടെയും ചോദ്യം ഇതാണ്: ആദാം ഹവ്വയും പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയില്ലായിരുന്നു? പലരുടെയും പരിജ്ഞാനമില്ലാത്തൊരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആദാം ഹവ്വയും ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ അവർ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നില്ലേ? പാമ്പ് വന്ന് മനുഷ്യരെ പറ്റിക്കുമെന്ന് ദൈവത്തിന് അറിഞ്ഞുകൂടായോ എന്ന് ചോദിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ഈ ഭൂമിയെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവവും, മറ്റൊന്ന് ദൈവത്തോട് മത്സരിച്ച് പ്രവർത്തിക്കുന്ന ഈ ലോകത്തിലെ സാത്താനും അവൻ്റെ ദൂതഗണങ്ങളും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് ആദാം ഹവ്വയും പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയേണ്ട കാര്യമില്ല. കാരണം ഈ നന്മയും തിന്മയും പ്രവർത്തിക്കുന്ന ദൈവവും പിശാചും നിലനിൽക്കുന്ന ഭൂമിയിൽ മനുഷ്യ നീ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് ദൈവത്തിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ അവരെ നിർമ്മിച്ചാക്കിയിട്ട് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. നന്മയും തിരഞ്ഞെടുക്കാം, തിന്മയും തിരഞ്ഞെടുക്കാം. നമ്മുടെ മക്കളെ പല്ല് തേപ്പിക്കുന്നത് പോലെ, ആഹാരം കൊച്ചു പിള്ളേരെ കൊടുപ്പിക്കുന്നത് പോലെ ദൈവം മനുഷ്യരുടെ അടുക്കൽ വന്ന് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല നിർബന്ധമായിട്ട്. കാരണം എന്താണ്? നീ എന്ത് തിരഞ്ഞെടുക്കണമെന്ന്
ദൈവത്തിന് അറിയേണ്ടതുണ്ട്. ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ, നന്മ പ്രവർത്തിച്ച് എന്നോടുകൂടെ ചേരുമോ, അതോ എൻ്റെ ശത്രുവായിരിക്കുന്ന പിശാചിനോ അനുകൂലമായി പ്രവർത്തിച്ച് പിന്നെ പിശാചിൻ്റെ പക്ഷത്ത് ചേരുമോ എന്ന് ദൈവത്തിന് അറിയണം. അതുകൊണ്ടാണ് ദൈവം മുൻകൂട്ടി എന്ത് ചെയ്യാത്തത്, ആദാമിനോടും ഹവ്വയോടും മുൻകൂട്ടി പറയാത്തത്. ചില വിശ്വാസികളിൽ ശോധനാഘട്ടം വരുമ്പോൾ ദൈവം ഇത് തന്നെ ചെയ്യും. നീ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്ന് ദൈവം ആരാഞ്ഞ് നോക്കുന്ന ശോധനകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ആ ശോധനയിൽ പരാജയപ്പെടരുത്, നന്മ തന്നെ തിരഞ്ഞെടുക്കണം. യോബിനെ പോലെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, കയ്യൻ പാപം ചെയ്തു, അനീതി പ്രവർത്തിച്ചു, അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമായോ? ഇല്ല. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, മനുഷ്യൻ പാപം ചെയ്തു, ഉടനെ ദൈവം പറയാണ്, അതോ മനുഷ്യൻ പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ന്യായം വിധിക്കാൻ പോകുന്നു എന്നൊന്നും ദൈവം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ദൈവം ന്യായവിധി നടത്താൻ പോകുന്നു എന്നൊരവസ്ഥയല്ല ഇതിനകത്ത് ഉള്ളത്. മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാൻ. തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒടുക്കത്തെ നാളിൽ ദൈവം എന്ത് ചെയ്യും, ശിക്ഷിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരുവൻ അനീതി പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ദൈവം എങ്ങനെ മനുഷ്യരെ ന്യായം വിധി നടത്തും? ദൈവം തന്നെ സൃഷ്ടിക്കുന്നു, ദൈവം തന്നെ തെറ്റ് ചെയ്യിപ്പിക്കുന്നു, ദൈവം തന്നെ ന്യായവിധി നടത്തുന്നു എന്ന് വരുമോ? വരില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിനാൽ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ്, വായിക്കാം. ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. കയ്യിന് ഒടുവിൽ എന്ത് ചെയ്തു? ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എന്നെ കൊന്നുകളയാതിരിപ്പാൻ ഒരു അടയാളം ആവശ്യപ്പെട്ട് ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അനീതി പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ നീതി പ്രസിദ്ധമാകില്ല. അടുത്ത് വായിക്കാം. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം തന്നെ മനുഷ്യനെ തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ദൈവം എങ്ങനെ ന്യായവിധി നടത്തും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തെ ന്യായവിധി നടത്താൻ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് മനുഷ്യ, നീ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിൻ്റെ ഓരോ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള ശിക്ഷ ദൈവം തരും. അത് പല മനുഷ്യരിങ്ങനെ പറയുന്നത്, പിശാചിനാലാണ് ഞാനിതൊക്കെ ചെയ്തത് പോയത്. അങ്ങനെ ഒരിക്കലും നിനക്ക് പറയാൻ കഴിയില്ല. കാരണം പിശാചിന് നീ ഇടം കൊടുത്തു എന്നൊരു ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്തിട്ട് അത് പിശാചാണ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്വയം നീതിമാനാകാതെ അവനവർ തെറ്റുകൾ അവരവർ തന്നെ എന്ത് ചെയ്യുക, സമ്മതിച്ച് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ ശ്രമിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാം. ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഫോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നതെന്ത്? നേരത്തെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ നീതിമാനാണോ നീതികെട്ടവനാണോ ഒന്നുകിൽ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ. നേരത്തെ പ്രവൃത്തിയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അതിന് ഉദാഹരണം നമ്മൾ കേട്ടത് കയ്യിൻ്റെയും ഹാബേലിൻ്റെ ചരിത്രമാണ്. ഇപ്പോൾ ഒരുവൻ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. വായിക്കാം, അതൊരിക്കലും ഇവിടെ വായിക്കാം. ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഫോഷ്കിനാൽ. ദൈവത്തിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന ഒരു സത്യമായൊരു വാക്ക്, അത് എൻ്റെ ഫോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നതെന്ത്? അതായത് ദൈവത്തിൻ്റെ സത്യം നിലനിൽക്കുകയാണ്. ഉദാഹരണമായിട്ട്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദാമും ഹവ്വയും സൃഷ്ടിച്ചത്. ഇതൊരു സത്യമാണ്. ഈ സത്യം നിലനിൽക്കെ ഞാനൊരു ഫോഷ്ക്ക് പറയാണ്, ഇത് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചതല്ല, മനുഷ്യർ താനേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ സത്യമേത് അസത്യമേത്? ദൈവത്തിൻ്റെ സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ദൈവത്തിൻ്റെ സത്യമാണ്. എന്നാൽ അസത്യം എന്താണ്? താനേ ഉണ്ടായതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പരിജ്ഞാനത്തോടെ മനസ്സിലാക്കേണ്ടത്, ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ചതിന് ശേഷം
അവർക്ക് വീട് ദൈവം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, ആഹാരങ്ങൾ കണ്ടെത്തേണ്ടുന്ന രീതികളെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാത്തത്? ഇതിന് പകരമായി അവൻ്റെ തലമേൽ എന്ത് വെച്ച് കൊടുത്തു? ബുദ്ധി കൊടുത്തു. ശരിയോ തെറ്റോ? ബുദ്ധി കൊടുത്തു. ആ ബുദ്ധിക്കനുസരിച്ച് മനുഷ്യ നിനക്ക് ജീവിക്കാം. അത് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ താനേ ഉണ്ടായത് എന്ന് വാദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പലരും പറയുന്നത് താനേ ഉണ്ടായതാണ് മനുഷ്യർ. അപ്പോൾ ചോദിച്ചു, ഈ വായു അത് താനേ ഉണ്ടായി, മനുഷ്യർക്ക് ആവശ്യമുള്ളത് താനേ ഉണ്ടായി. അപ്പോൾ വെള്ളം അതും താനേ ഉണ്ടായി. അപ്പോൾ ആഹാരങ്ങൾ അതും താനേ ഉണ്ടായി. മനുഷ്യർക്ക് വേണ്ടി താനേ ഉണ്ടായി എന്ന് വാദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്താ ടെലിവിഷൻ താനേ ഉണ്ടാകാത്തത്? മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ലേ. ലാപ്ടോപ്പ് എന്താ താനേ ഉണ്ടാകാത്തത്? മനുഷ്യ, നിനക്ക് ജീവിക്കാനുള്ള സാഹചര്യം ദൈവം തന്നിട്ട് നിനക്ക് ബുദ്ധിയും കൂടെ വെച്ച് തന്നു. അതുകൊണ്ടാണ് ദൈവം മുൻകൂട്ടി ഏദൻ തോട്ടത്തിൽ വീടുണ്ടാക്കി തരാനോ പഴവർഗ്ഗങ്ങൾ എങ്ങനെ പറിച്ചു തിന്നണോ അതൊന്നും ദൈവം ക്ലാസ് എടുത്ത് കൊടുത്തില്ല. അതിന് പകരം എന്ത് കൊടുത്തു? ഒരു ബുദ്ധി കൊടുത്തു. അതുകൊണ്ട് ബുദ്ധിക്കനുസരിച്ച് ജീവിക്കാനും പറഞ്ഞു. അതുപോലെ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബുദ്ധി വേണം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നറിയുവാൻ ദൈവം എന്ത് ചെയ്തു? മനുഷ്യന്മാരുടെ ഇടയിൽ നോക്കിയെന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവവിഷയങ്ങളിലും ബുദ്ധി ആവശ്യമാണ്. ബുദ്ധി ഇല്ല എങ്കിൽ ദൈവവിഷയങ്ങളിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാനീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തന്നതാണ്. ഇത് വായിച്ച് ഒരു ചെറുകഥ പോലെ വായിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ബൈബിൾ വായിക്കുന്നത് പോലെ വായിച്ചാലൊന്നും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ദൈവാത്മാവിനാൽ പരിജ്ഞാനത്തോടുകൂടെ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ അല്പമെങ്കിലും മനസ്സിലാകുകയുള്ളൂ. മനസ്സിലാക്കിയെങ്കിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരാൾ ഒരു ഫോഷ്ക്ക് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കുകയാണോ? ഇല്ല. വായിക്കാം. അങ്ങനെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ പാപിയാവും? ഞാൻ നല്ലവനല്ലേ? ഞാനൊരു ഫോഷ്ക്ക് പറഞ്ഞപ്പോൾ അത് ദൈവത്തിന് മഹത്വമായെങ്കിൽ എന്നെ നിങ്ങൾ പാപി എന്ന് വിധിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, ആരാണോ ഫോഷ്ക്ക് പറയുന്നത് അവൻ ആരാണ്? പാപിയാണ്. ഇനി വലിയ ആൾ, പള്ളിയിലെ ഏറ്റവും മികച്ച ആളെന്ന് പറഞ്ഞാലും ഫോഷ്ക്ക് പറഞ്ഞാൽ നീ നീതിമാനല്ല എന്ന് വചനം തെളിവെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഫോഷ്ക്ക് പറയുകയാണെങ്കിൽ അവൻ ആരാണ്? പാപത്തിലിരിക്കുന്നവനാണ്. നീതികെട്ടത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ ആരാണ്? നീതിമാൻ ആകാത്തവനാണ്. വായിക്കാം. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? തീയത് ചെയ്യുക എന്ന് പറയരുതോ? നല്ലത് വരാൻ വേണ്ടി, അതായത് ഞാൻ നല്ലവനാവാൻ തെറ്റ് ചെയ്യണമെന്നാണ്. അടുത്ത് വായിക്കാം. ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസിനെയും അവരുടെ കീഴിലുള്ള ശുശ്രൂഷക്കാരെയും മറ്റുള്ളവർ പറഞ്ഞ് പഴിക്കുകയാണ്. വായിക്കാം. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. അങ്ങനെ പറഞ്ഞ് പഴിക്കുന്നവർക്ക് വരുന്ന ശിക്ഷാവിധി വളരെ വലുതാണ്. കാരണം അവർ സത്യം പറയില്ല, അവർ നീതിമാന്മാരല്ല എന്ന് അവർ തന്നെ പറയുകയാണ്. അവർ തന്നെ വായ കൊണ്ട് പറയാണ് സ്വർഗരാജ്യം നിനക്കുള്ളതെന്ന് പറയുകയാണ്. അതെങ്ങനെ ഒക്കുമെന്നാണ്? ഒരു നീതിമാൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ നീതിമാനായ ഒരാൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതായത് യേശുവിൻ്റെ ശിഷ്യരെ പോലെ ആയവർക്ക് മാത്രമേ നീതീകരണം പ്രാപിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ എന്നർത്ഥം. ക്രിസ്തുവിന് മുമ്പ് നീതിമാന്മാർ, ക്രിസ്തുവിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ, അതായത് നീതിമാന്മാർ തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. വായിക്കാം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന്, ഒരുപോലെ പാപത്തിൻ കീഴിലാണ് എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. ഇവിടെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ മുട്ടുപറയ്ക്കുന്നവരുണ്ട്. ഹേ മനുഷ്യ, യഹൂദൻ എന്ന് പറഞ്ഞാൽ ദൈവസൃഷ്ടിയിൽ അല്ലെങ്കിൽ ദൈവദൃഷ്ടിയിൽ ക്രിസ്തുവിന് ശേഷം പാപി തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് നീതിമാൻ ആരുമില്ല എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ച് തന്നെയാണ്? ആരെ ഉദ്ദേശിച്ചാണ്? ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കുക. ആരെ ഉദ്ദേശിച്ചാണ്? യഹൂദന്മാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. കാരണം യഹൂദന്മാരാണ് ക്രിസ്തുവിന് വിരോധമായി, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് വിരോധമായി പള്ളിക്കകത്ത് കയറ്റാതിരുന്നതും യേശുവിൻ്റെ സുവിശേഷം പ്രസിദ്ധമാകാതിരിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചതൊക്കെ ആരാണ്? യഹൂദന്മാരാണ്. ആ യഹൂദന്മാരെയാണ് ക്രിസ്ത്യാനികൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. നോക്കൂ, എന്ത് ഭോഷത്വമാണ്.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇവിടെ യഹൂദനെന്നോ യവനെന്നോ ഇല്ല, എല്ലാവരും പാപത്തിന് കീഴിലാണ്. ക്രിസ്തുവിന് ശേഷം യഹൂദനെന്നോ യവനെന്നോ ജാതിയെന്നോ ഒന്നുമില്ല. ആരാണോ അവൻ്റെ, വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14. വായിക്കാം. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ ക്രിസ്തുവിന് ശേഷം യഹൂദനെന്നോ യവനനെന്നോ പുറംജാതിക്കാരനെന്നോ ഒന്നും ദൈവമില്ല. അതാണ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുന്നത്. ഇവർ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുകയും ചെയ്യും, യഹൂദനെ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുകയും ചെയ്യും. എന്ത് യോജിക്കാത്ത കാര്യങ്ങളാണ് നോക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ യഹൂദനെന്നോ യവനനെന്നോ പുറംജാതിക്കാരനെന്നോ ഇല്ല. ആരാണോ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് അവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം ദൈവം കൊടുത്തു. അതിനുശേഷം യഹൂദനാണ് വലുതെന്ന് പറഞ്ഞാൽ നീ നീതീകരണം പ്രാപിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്, ഫോഷ്ക്ക് പറയേണ്ടി വരുന്നത്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി റോമർ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിച്ചു നോക്കൂ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ യഹൂദനായി ജനിച്ചവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനവുമല്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ യഹൂദൻ്റെ വില എങ്ങനെയാണെന്നും അത് ആരാണെന്നും പരിച്ഛേദന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നും ക്രിസ്തുവിന് ശേഷമുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പുറമേ യഹൂദനായി ജനിച്ചവനെ യേശുവിന് ശേഷം യഹൂദനായിട്ട് കണക്കാക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അകത്ത് പരിച്ഛേദന ഏൽക്കുന്നവനാണ് യഹൂദൻ എന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? യഹൂദന്മാരാണ് ക്രിസ്തുവിന് വിരോധമായി, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വിരോധമായി പ്രവർത്തിച്ചത്. അവർ മറ്റുള്ളവരെ, രോഗസൗഖ്യം പ്രാപിച്ചവരെ പള്ളികളിൽ കയറ്റാതിരുന്നു. അവർ വന്നിട്ട് അവർ സ്വയം നീതിമാന്മാരാണ് എന്ന് എന്ത് ചെയ്തു? സ്വന്തമായി പറഞ്ഞ് ആ രീതിയിൽ ഗമ കാണിച്ച് നടന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് യഹൂദന്മാരെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ജാതികളിൽ സുവിശേഷം വന്നിട്ടില്ല. ജാതികളിൽ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യവും വെളിപ്പെട്ട് വന്നിട്ടില്ല. അതും കൂടെ മനസ്സിലാക്കുക. ഇത് എഴുതുമ്പോൾ യഹൂദന്മാരാണ് റോമാസഭയിൽ അധികം പേരും ഉള്ളത് എന്നുകൂടെ മനസ്സിലാക്കുക. ആ യഹൂദന്മാരെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നീ യഹൂദനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ നീതിമാനല്ല എന്ന് നീ മനസ്സിലാക്കണം. പള്ളിയിൽ പോയി സ്നാനമായിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ നീതിമാനല്ല, അതും കൂടെ മനസ്സിലാക്കുക. അതൊക്കെ ഒരു കർമ്മം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവത്താൽ കേട്ട് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് കൊണ്ട് ഞാൻ നീതിമാനാണ് എന്ന് കരുതി നീ സ്വർഗ്ഗരാജ്യത്തിൽ പോകുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഞാനീ പറയുന്ന സത്യങ്ങൾ നിങ്ങൾക്ക് സത്യമായി തോന്നിയെങ്കിൽ ദൈവത്തോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ നീതിമാനാകുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ കാര്യാദികളെ കേട്ട് ഗ്രഹിച്ചാൽ മാത്രമേ ഇനിയുള്ള ദൈവത്തിൻ്റെ സത്യവചനങ്ങളെ കേട്ട് ഗ്രഹിക്കാൻ കഴിയൂ. ഇത്രയും പറയുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.